കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം CPIM-ൽ ചേരും. വെള്ളനാട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ വെള്ളനാട് ശശിയാണ് CPIM-ൽ ചേരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ BJP-യുടെ കുറേയേറെ പ്രവർത്തകർ CPM-ലേക്ക് വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ CPM-ലേക്ക് വരുന്നു. ശരിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് കൂടുതൽ ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതല്ലേ വിജിൻ? ഷമി, തീർച്ചയായും കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവും ഒപ്പം തന്നെ വെള്ളനാടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവരാണ് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM നേതാക്കൾ വാർത്താസമ്മേളനം നടത്തും. ഈ വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകരണം നൽകും. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇതിലൂടെ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെള്ളനാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വെള്ളനാടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും ഒക്കെയാണ് വെള്ളനാട് ശശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് വെള്ളനാട് ശശിയുടെ ഈ പാർട്ടി വിട്ട് CPM-ൽ ചേരാൻ തീരുമാനത്തിലൂടെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അവസാനം കോൺഗ്രസ് DCC നേതൃത്വം തന്നെ അല്പസമയം മുമ്പ് വെള്ളനാട് ശശിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം CPM-ന്റെ നേതാക്കൾ വാർത്താസമ്മേളനം നടത്തും. വിജിൻ, CPM-ലേക്ക് വരാനുള്ള കാരണം, വെള്ളനാട് ശശി എന്തുകൊണ്ട് CPM-ലേക്ക് വരാനുള്ള കാരണം വിശദമാക്കുന്നത്? അക്കാര്യത്തിൽ അല്പസമയത്തിനകം ഈ വെള്ളനാട് ശശി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായ കാട്ടായക്കോണം സ്മാരക മന്ദിരത്തിൽ അല്പസമയത്തിനകം നടക്കുക. റഹീം MP, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നായകപ്പൻ, ജില്ലാ സെക്രട്ടറിയുടെ ആക്ടിംഗ് സെക്രട്ടറി ജയൻ ബാബു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമാണ് നടക്കുക. എന്തായാലും ഈ വെള്ളനാട് ശശിക്കൊപ്പം വെള്ളനാട് പഞ്ചായത്തിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ കൂറുമാറ്റ നിയമന നിരോധന പ്രകാരമുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ നേരിട്ട് പങ്കെടുക്കില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അവർ കൂടി CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം അറിയിച്ചു എന്നാണ് നേതാക്കളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും വെള്ളനാടുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവും ഒപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവുമായ വെള്ളനാട് ശശിയുടെ രാജിയും ഒപ്പം തന്നെ CPM-ൽ ചേരാനുള്ള തീരുമാനവും വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് ഈ മേഖലകളിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നതിന് ഇടയിലാണ് ഈ വെള്ളനാട് ശശി പാർട്ടി വിട്ട് CPM-ൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഷമി, വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കളാണ് ഇപ്പോൾ CPIM-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപും പ്രശാന്ത് അടക്കമുള്ള നേതാക്കന്മാർ CPM-ലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ വെള്ളനാട് ശശി CPM-ൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു.